ജാസ്മിൻ ബ്ലോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണതേ ഹോം ടൂറാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ മുകളിലത്തെ നിലയാണ് കേട്ടോ നിങ്ങൾക്ക് ഹോം ടൂറായിട്ട് ഞാൻ കാട്ടിത്തരുന്നത്. അപ്പോൾ അതാ നമ്മൾ ഈ സ്റ്റെയർ കേസ് നമ്മൾ ഡൈനിങ് ഹാളിൽ അങ്ങോട്ട് കയറിയിട്ട് തക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ ആദ്യത്തെ 12 സ്റ്റെപ്പ് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഇത് അവിടെ ഇത്രയും വലിയൊരു ലാൻഡിങ് ആണ് കേട്ടോ. ലാൻഡിങ്ങിൻ്റെ അവിടെ അങ്ങോട്ട് കയറിയിട്ട് അവിടെ ഒരു ജനവാതിൽ 2 കളിൻ്റെ ജനവാതിലുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കയറാം. 13 14 15 16 17 18. അപ്പോൾ 18ാം പടി കയറിയിട്ട് നമ്മൾ ഡൈനിങ് ഹാളിൽ എത്തിയിട്ടോ. മുകളിലത്തെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇങ്ങനെ കയറി ഇങ്ങനെ പോന്നിട്ട് ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്കുള്ള വാതിലാണ് കേട്ടോ. അപ്പോൾ വാതിൽ തുറന്നുകൊണ്ട് നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടത്തെ വാതിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. 2 ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഡിസൈനൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഡിസൈനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ടൊക്കെ കയറിപ്പോയി വെക്കാം. സിറ്റ് ഔട്ടിൽ നീളത്തിലാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട്. അപ്പോൾ മാർബോണൈറ്റാണ് കേട്ടോ. അടിയിൽ നീല കളർ മാർബോണൈറ്റാണ് കേട്ടോ ഇട്ടത്, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു തൂണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ നീളത്തിലൊരു ചേച്ചടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേച്ചടി എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കണ സ്ഥലം എന്താണെന്ന് പറയുന്നതും എനിക്കറിയില്ല. അപ്പോൾ അവിടെ വേറെ ഒന്നും ഇവർ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ ചില്ലൊക്കെ വെക്കണം വിചാരിച്ചാണ്ടേ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അടി ഇട്ടത് മാർബോണൈറ്റാണ് കേട്ടോ. ഇവിടെ വെള്ളമാണ് കൊടുത്തത്. നമ്മൾ അളന്ന് പോയപ്പോൾ പിന്നെ അവിടെ കുറച്ച് കുറവേനി ലാസ്റ്റ് ഇട്ട് വന്നപ്പോൾ പിന്നെ അവിടെ നീല കളറ് എടുക്കാൻ പോയതിന് ഇഷ്ടപ്പെട്ടപ്പം അങ്ങനെ വാങ്ങിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡൈനിങ് ഹാള് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാൾ ഇതാ നമ്മൾ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്നിട്ട് നേരെ ഡൈനിങ് ഹാൾക്ക് ഡൈനിങ് ഹാൾ അവിടെ റൂമുണ്ട്, അപ്പുറത്തെ റൂമുണ്ട്, അവിടെ ഒരു ബാത്റൂമുണ്ട്. ഞാൻ നിൽക്കുന്നത് ഒരു റൂമിലാണ് കേട്ടോ. ഡൈനിങ് ഹാളിന് 3 ബെഡ്റൂമും ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ റൂം ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങനെ കയറി വന്നാണ്ട് ഇതാ ഒരു റൂം ഇവിടെ. വാതിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പണികളൊന്നും മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അടിപ്പണിയും കഴിഞ്ഞിരിക്കണം, പൈൻ്റടിയും കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ പ്രൈമർ അടിക്കൂലേ, അന്ന് അടിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമുക്കൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഈ റൂം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട്. ഷോക്കേസിൻ്റെ പണികൾ ഇവിടെ നമ്മളെ വയറിങ്ങിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സ്വിച്ച് ബോർഡും കാര്യങ്ങളും വയറിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു വെച്ചിരുന്നു. ഉള്ളിൽ കൂടെയുള്ള വയറൊക്കെ വലിച്ചു വെച്ചിരുന്നു. സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പിന്നെ അവിടെ നമുക്ക് ചില്ലൊക്കെ വെക്കാനായിട്ടൊരു സ്ഥലം. പിന്നെ ഇവിടെ ഊഞ്ഞാല കെട്ടി കൊടുത്തിട്ടുണ്ടോ. പിന്നെ ജനവാതിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ മൂലയിൽ 2 കളിൻ്റെ ഇങ്ങനത്തെ ഒരു ജനവാതില, അതേപോലെ ഇവിടെ 2 കളിൻ്റെ ഇതേപോലത്തെ ജനവാതില. പിന്നെ കുറച്ച് ഇങ്ങനെ ഒരു ചുമര് കഴിഞ്ഞിട്ട് ഇവിടെ 2 കളിൻ്റെ ജനവാതില. പിന്നെ ഇതിൻ്റെ നേരെ നെറുവിലായിട്ട് നമ്മൾ ചില്ലൊക്കെ വെക്കാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ നിസ്കാര ഹാൾ അടിയിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ അതേപോലെ വന്ന് പിന്നെ അപ്പം നമ്മളവിടെ അലമാരട്ടൊക്കെയാണ് കേട്ടോ. റൂമൊന്ന് അറ്റാച്ച്ഡ് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ക്ലിയറായിട്ട് കാണുന്നില്ലല്ലേ. അപ്പോൾ അവിടെ ഒന്നും വെളിച്ചം കമ്മിയാണ് കേട്ടോ. നല്ല മുകൾക്കൊന്നും കറണ്ടൊന്നും വലിച്ചിട്ടില്ല. വീട് പണിയൊക്കെ ഇങ്ങനെ കുറച്ച് അങ്ങനെ കഴിയുന്നതിനനുസരിച്ചൊക്കെ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കലാണ് കേട്ടോ. ഓരോ സമയത്ത് അങ്ങനെ എടുക്കും. അപ്പോൾ അവിടെ ഒരു ബാത്റൂമുണ്ട്, പക്ഷെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബാത്റൂമുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ. പിന്നെ നമുക്ക് ഈ റൂമിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഈ ഡൈനിങ് ഹാളിൽ നിന്നൊരു ബാത്റൂം ഉണ്ടല്ലോ. പിന്നെ പണികളൊന്നും കഴിയാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ ചിരട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ പൂളല്ലോ. പിന്നെ ആ ചിരട്ടൊക്കെ ഇവിടെ ഞാൻ വെച്ചതാണ്. പിന്നെ പടിയൊക്കെ കൊണ്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കലും തുടങ്ങിയിട്ടില്ലല്ലോ. ഒരു ബാത്റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ബാത്റൂം നടുക്ക് പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് അവിടെ ഒരു റൂം ഇവിടെ കേട്ടോ. കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലാണ് ഈ റൂമിൽ. അപ്പോൾ ഇവിടെ ഒരു വയറൊക്കെ വലിച്ചൊക്കെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഒരിക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അടിയിലാകുമ്പോൾ കുട്ടികളൊക്കെ വെച്ചൊക്കെ ഉണ്ടാകുമ്പോൾ വലിയോല് ഇവിടെ വന്നാണ് കേട്ടോ പഠിക്കൽ. നമ്മൾ കുടിക്കലിന് കിട്ടിയ സോഫ കിട്ടും. അപ്പോൾ പുതിയ സോഫ അടിയിൽ വാങ്ങിയപ്പോൾ ആ പഴയ സോഫ അത് കേടന്നില്ല. അപ്പോൾ അത് നെറുക്കാൻ ഇട്ടതാണ്. നമുക്ക് അയച്ചുപണി നടത്തണം ഈ സോഫമ്മൽ. അപ്പോൾ 2ാമത്തെ മോളെ റൂമാണ് കേട്ടോ. തോടിൻ്റെ റൂമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓള് ഇവിടെ ഉണ്ട് പഠിക്കൽ. ഓളിപ്പോൾ ഇവിടെ ഇല്ല, ഓള് ഹോസ്റ്റലിലാണ് കേട്ടോ. അപ്പോൾ ഓള് നീറ്റിൻ്റെ ഈ റിപ്പീറ്റ് ഉണ്ടല്ലോ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓളൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല ഓളെ പേരിവിടെ എഴുതിച്ചാണ്ട് കേട്ടോ. ഇതിന് പറിച്ചിടരുതിട്ട് ഇനി ഇവിടെ പൈൻ്റ് അടിക്കുകയാണെങ്കിലും പറിച്ചിടരുതിട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ടേ ഡോക്ടറാണ് ഓളെ പേര് എഴുതിയാണ് അവിടെ ഇങ്ങനെ പൂവൊക്കെ വെച്ചാണ്ട് ഇതിൽ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലാണ് കേട്ടോ.
അപ്പം ഈ റൂം കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൂമിൻ്റെ നേരെ കണ്ടില്ലേ അവിടെ റൂമിൻ്റെ ഇതിലൊന്നും വാതിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഷോക്കേസിൻ്റെ പണികളൊന്നും അടിയത്തതും കഴിഞ്ഞിട്ടില്ല, വെറുത്തൊന്നും കഴിഞ്ഞു. ഒരുപാട് പണികളൊക്കെ എടുക്കാണ്ട് കേട്ടോ ഇനിയും. അപ്പം ഇങ്ങനെ ഈ റൂമൊക്കെ കയറിയിട്ട് ഇവിടെ 2 കള്ളിൻ്റെ ജനവാതിൽ, അവിടെ ഒരു 1 കള്ളിൻ്റെ ജനവാതിൽ, ഇവിടെ 2 കള്ളിൻ്റെ ജനവാതിൽ, പിന്നെ അവിടെ ഒരു 1 കള്ളിൻ്റെ ജനവാതിൽ, ഇങ്ങനെയൊക്കെ ഓരോ മോഡലിൽ അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ. ഈ റൂം പിന്നെ ഞങ്ങൾ മഴയൊക്കെ നല്ല പെയ്യുന്ന സമയത്ത് ഉപയോഗിക്കലും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് നല്ലോണം ഉണക്കിയാണ്ട് ഇവിടെ അയലൊക്കെ കിട്ടിയിട്ട് ഇവിടെ കൊടുന്ന് അവിടെ ചിക്കലാണ് കേട്ടോ. ഇവിടെ ഇട്ടിട്ട് നമുക്ക് മറ്റേ ചില്ല് മാഷാകാന്നൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ചില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വെച്ചത്. പണികളൊക്കെ ഒരുപാടുണ്ട് ഇനി എടുക്കാൻ. ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് എടുക്കണം അല്ലേ. ഇത് അവിടെ ഒരു ഷോക്കേസ് ഉണ്ട് കേട്ടോ. ഒരു ഡൈനിങ് ഹാളുമാണ്, 2 ബാത്റൂമാണ് കേട്ടോ റൂമിലുള്ളത്. ലൈറ്റിൻ്റെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ 3 ബെഡ്റൂമും ഇല്ല കേട്ടോ. മൊബൈലിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അല്ലാത്ത ലൈറ്റും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ കണ്ടില്ല അവിടെ ഒരു റൂമ്, ഇവിടെ ഒരു റൂമ്, പിന്നെ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയ ഒരു റൂമ്, പിന്നെ ഇവിടെ ബാത്റൂമൊക്കെ ക്ലിയറായിട്ട് കാര്യം ഉള്ളിൽ ഇരുട്ടായിട്ട് വലിയ ക്ലിയറായിട്ടൊന്നും കാണുന്നില്ല. ബാത്റൂമിൻ്റെ അടിപ്പതാ ശരിക്കും ക്ലിയറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മുകളിലത്തെ ഹോം ടൂറ്. ഇനി അടിയത്തെ ഹോം ടൂർ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, ഡൈനിങ് ഹാളിന്ന് 3 റൂമൊക്കെയുള്ള വഴി. ഇവിടെ ഒരു റൂമ്, അവിടെ റൂമ്, അവിടെ റൂമ്. നമുക്ക് ഡൈനിങ് ഹാൾ നേരെ അടിയിലേക്ക് ഇറങ്ങി പോകട്ടെ. സിറ്റൗട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അടിയത്ത് ആകെ ചുമരൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തത് കണ്ടില്ല, ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസാണ്. അന്ന് ഇതൊക്കെ കേട്ടോ മോഡൽ. ഇനി നമുക്കങ്ങനെ അടിയിലേക്ക് ഇറങ്ങി പോകാം. അടിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴുള്ള കാഴ്ചകളോട് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. പടിക്ക് ഇങ്ങനെ നമ്മൾ 18ാം പടി ഇങ്ങനെ ഇറങ്ങുകയാണ് ഞാൻ. അപ്പോൾ അതാ ഞങ്ങൾ സ്റ്റെയർ കേസിൽ ഇങ്ങനെ ഒരു പൂവൊക്കെ വെച്ചിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അതിനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അടിയിലേക്ക് നമുക്ക് 18ാം പടി ഇറങ്ങാം. അപ്പോൾ ഡൈനിങ് ഹാൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ചുമരൊക്കെ ആകെ വൃത്തികേടായി ഇങ്ങനെ കിടക്കണം. അപ്പം ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, വേറൊരു വീഡിയോ ഒക്കെയാണ് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ്. ചുമരൊക്കെ ആകെ വൃത്തികേടാണ്. ഒക്കെ പെയിൻ്റ് അടിക്കണം. മോളെ കല്യാണത്തിന് പെയിൻ്റ് അടിക്കണം. നമ്മളെ കല്യാണമൊക്കെ ഇൻഷാ അല്ലാഹ് ജനുവരിയിലൊക്കെ ഉണ്ടാവും. അപ്പോഴത്തേനൊക്കെ വീടിൻ്റെ പണികളൊക്കെ ഏകദേശമൊക്കെ തീർക്കണം എന്നൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ തീർക്കണം. പടമൊന്നും കഴിയില്ലെങ്കിലും മുകളിലത്തെ റൂമുകളൊക്കെ ഒന്ന് ശരിയാക്കണം. നിക്കാഹ് കഴിഞ്ഞതാണ് കേട്ടോ. നിക്കാഹ് കഴിഞ്ഞിട്ട് 2 കൊല്ലമൊക്കെ ആയി. അപ്പം ഇനി മരുവിന് ഗൾഫിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു വന്നിട്ട് കല്യാണം ഉണ്ടാകും. അപ്പോൾ അതിന് മുകളിലത്തെ റൂമൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പെയിൻ്റൊക്കെ അടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ മുകളിലത്തെ ഹോം ടൂറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.